കൈരളി ചാനലിൻ്റെ ഒരു അവാർഡ് ആ ഫംഗ്ഷനിൽ വെച്ച് മമ്മൂക്ക താങ്കളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടു. അതിലൂടെയാണ് താങ്കൾ വീണ്ടും പ്രശസ്തനാവുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഞാൻ പെട്ട പാടെന്താന്നുള്ളതിനെക്കുറിച്ചൊക്കെ സമൂഹത്തിൽ അറിഞ്ഞത് ഞാൻ ഇതേ ഒരു സീറ്റിൽ വന്നിരുന്നു കൊണ്ടാണ്. അത് അങ്ങാണ് എൻ്റെ കഥ സമൂഹത്തിന് അറിയിച്ചത്. 10ാം ക്ലാസ്സിൽ തോൽക്കാണ് ഉണ്ടായതെന്ന്. തോറ്റുപോയി അല്ലേ? അന്ന് 600-ൽ 93 മാർക്കായിരുന്നു. അങ്ങനെ ഇടപാടുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിലും മറന്ന് കയറി വരലും അച്ഛൻ്റെ കോളറിൽ പിടിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ കണ്ടു നിൽക്കേണ്ട ഗതികേടൊക്കെ വരെയുണ്ടായിട്ടുണ്ട്. നമുക്കെന്നാൽ ഇരിക്കുന്ന വീടും സ്ഥലമൊക്കെ കൂടെ വിൽക്കാം, എന്നിട്ട് നമുക്ക് ബാധ്യതകളൊക്കെ വീട്ടിയിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം എന്ന് പറഞ്ഞു. ലോക പ്രശസ്തനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, എൻ്റെ ദൈവം, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം സാർ, നീ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് മറ്റൊരു ബ്രാൻഡ് നെയിമിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ വെരി ഹാപ്പിയാണ്. ഇനി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കുക, നിനക്കത് തുടങ്ങാൻ വേണ്ടി നിനക്ക് എന്താണോ ആവശ്യം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ വാടക വീടിൻ്റെ പുറകിൽ 2 ടാർപ്പായൊക്കെ വലിച്ച് കെട്ടിയിട്ട് 2 മോട്ടറും കുറച്ച് റോ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് 10 വർഷം മുമ്പ് തുടങ്ങിയ പരിപാടിയാണത്. ഞാൻ നേരെ ഖത്തറിൽ പോയിട്ട് ഇറങ്ങി. അവിടെ ചെന്നിറങ്ങിയിട്ട് ഞാൻ എയർപോർട്ടിന് പുറത്ത് വന്ന് നോക്കുമ്പോൾ 3 കാറുകൾ നിൽക്കുകയാണ് അവിടെ. അതിൽ നടുവിലെ കാറിൽ ഞാൻ, മുമ്പിലും പിന്നിലേക്ക് അവരുടെ പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് ഞാൻ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് അത്ഭുതപ്പെട്ടു. ലോകത്ത് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രീഷ്യസ് ആയിട്ടൊരു അവാർഡാണത്. എന്നുവെച്ചാൽ ഇനി ലോകത്ത് വരാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ എക്സ്ട്രീമാണത്. ആ എക്സ്ട്രീമിൽ ഒരു പുതിയൊരു റെവല്യൂഷൻ വരുമ്പോൾ, പുതിയൊരു ഇന്നോവേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് എനിക്കതിൻ്റെ മുൻനിരയിൽ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലും വലുതിനി എന്താണ് ലഭിക്കാനുള്ളത്? ലോകത്തിൻ്റെ തന്നെ ഹെൽത്ത് ഇൻഡസ്ട്രിയിലെ തലതൊട്ടപ്പന്മാരാണ് അമേരിക്കക്കാരെന്നല്ലേ നമ്മൾ പറയുക. നമ്മുടെ ഈ ഒറ്റപ്പാലത്തുനിന്ന്, അതെ, അവിടെ നിന്നുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അഭിമാനത്തോടെ നമുക്ക് പറയാം. ഒരു സംരംഭം തുടങ്ങി അതിൻ്റെ പേരിൽ അറിയപ്പെടുക എല്ലാവരുടെയും ഒരു മോഹമല്ലേ അത്? എന്നാൽ സമൂഹത്തിൽ ഒരു നന്മ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഇറങ്ങിയ ചിലരുണ്ട്. അവർ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ മനുഷ്യരാവും. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന 2 വ്യക്തികൾ. ഒന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, 2 നമ്മളൊക്കെ നെഞ്ചിലേറ്റിയ നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഇവരുടെയൊക്കെ കയ്യൊപ്പ് നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവരുടെ ജീവിതത്തിലേക്ക് സ്പർശിച്ച ഒരു വ്യക്തി ഇന്ന് കേരളത്തിൻ്റെ അഭിമാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിരവധി ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ റീൽസും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ സംരംഭകൻ്റെ കഥ ത്രസിപ്പിക്കുന്ന കഥയാണ്. ഇത് ബാഹുബലി 1, ബാഹുബലി 2 എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് വ്യക്തിപരമായി എൻ്റെ സഹോദരതുല്യനായ സജീഷാണ് ഇന്ന് എന്നോടൊപ്പം ഹോട്ട് സീറ്റിലിരിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സജീഷ്, സ്വാഗതം സ്പാർക്കിലേക്ക് വൺസ് മോർ. താങ്ക് യു സാർ. നമ്മൾ കുറച്ച് വർഷങ്ങൾ മുന്നെയാണ് താങ്കളുടെ ആദ്യമായിട്ടൊരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നമ്മൾ ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് താങ്കളുടെ അന്നത്തെ ആ കഥ വളരെ വൈറലായിരുന്നു. രണ്ടാമതും ഞാൻ താങ്കളെ വിളിക്കാൻ കാരണമുണ്ട്. അതെന്താണെന്ന് പ്രേക്ഷകർക്ക് അടുത്ത കുറച്ച് നേരങ്ങൾക്കുള്ളിൽ മനസ്സിലാവും. നമുക്ക് ആ ബാക്ക് സ്റ്റോറി ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും സജീഷിനൊന്ന് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. സജീഷിൻ്റെ നാട്? ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്താണ് എൻ്റെ നാട്. പഠിച്ചതൊക്കെ ഒറ്റപ്പാലത്ത് തന്നെയാണ്. ഒറ്റപ്പാലത്ത് അനങ്ങനടി ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഏതുവരെയാണ് പഠിച്ചത് താങ്കൾ? 10ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ തോൽക്കാണ് ഉണ്ടായതെന്ന്. തോറ്റുപോയി അല്ലേ? അന്ന് 600-ൽ 93 മാർക്കായിരുന്നു. 93 മാർക്ക് ടോട്ടൽ 93 മാർക്കായിരുന്നു എനിക്ക് 600. അത് ശരി. അപ്പം അതുകൊണ്ട് പിന്നെ പഠനം വേണ്ട എന്ന് വെച്ചു. അതെ, ഇംഗ്ലീഷിൽ 2 മാർക്കായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടുകാർക്ക് മനസ്സിലായി ഇപ്പം പഠിച്ച അവിടെ എത്തില്ല എന്നുള്ളത്. അങ്ങനെ ആട്ടിവിട്ടതാണ്. അത് ശരി. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛനും അമ്മയും കൂലിപ്പണിയാണ്. ഈ കല്ലേറ്റാനും മണ്ണേറ്റാനൊക്കെ പോകുന്ന, അങ്ങനെ പാടുപെട്ട് എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും ഒക്കെ ചെയ്തായിരുന്നതാണ്. പിന്നീട് ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ഉടനെ ശേഷം എന്താ ചെയ്തത്? അങ്ങനെ പഠിച്ച എവിടെ എത്തില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ പിന്നെ നാട്ടിൻപുറത്തൊക്കെ അന്ന് ഈ പഠിക്കാൻ മോശമായ ആളുകളെയൊക്കെ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പറഞ്ഞയക്കും. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ, കൽക്കത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അങ്ങനെ ഞാൻ പോയി പെട്ടത് ബാംഗ്ലൂരായിരുന്നു.
ബാംഗ്ലൂർ ഞാൻ അവിടെ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു മലയാളിയെ പരിചയപ്പെട്ടാണ്. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഒരു പണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 16 വയസ്സല്ലായിരുന്നു, ഞാൻ ചെറിയ പയ്യനാണല്ലോ. അങ്ങനെ പുള്ളി എന്നെ ഇങ്ങനെ മേലും താഴേക്കാണ് നോക്കി എന്നെ അങ്ങനെ കൂടെ കൂട്ടിയിട്ട് പോയതാണ്. അദ്ദേഹത്തിന് അവിടെ ഈ സർജറി ഇൻസ്ട്രുമെൻസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. സർജറി ഇൻസ്ട്രുമെന്റ്സ്? അതെ, സർജറി ഇൻസ്ട്രുമെൻസുകൾ അതുണ്ടാക്കുന്ന കമ്പനിയിൽ എനിക്ക് ഒരു ചെറിയൊരു ജോലി കിട്ടി. എനിക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഈ സർജറി ഇൻസ്ട്രുമെൻസുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് വാഷ് ചെയ്യുക, പാക്ക് ചെയ്യുക, അതുപോലുള്ള പ്രോസസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അതെ, അതൊക്കെ ആയിരുന്നു. അന്ന് എന്ത് സാലറി? എനിക്ക് അന്ന് കിട്ടുന്നത് കൊണ്ട് എനിക്ക് അവിടെ കഴിഞ്ഞു പോകാനുള്ള തന്നെ കഷ്ടിയായിരുന്നു എന്നൊക്കെ പറയാം. തീരെ കുറഞ്ഞ സാലറി? അതെ അതെ. എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാനതിനെ കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ട് ഓർത്തിട്ടില്ല. ചെറിയൊരു സാലറി, എത്രയാന്നുള്ളത് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ കഷ്ടിയുടെ എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ തരത്തിലേക്ക്, അതിന് വീട്ടുകാരെ ശല്യപ്പെടുത്താത്ത തരത്തിൽ മുന്നോട്ട് പോകാൻ തരത്തിൽ മാത്രം. അങ്ങനെ ഞാൻ എന്നെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വളരെ താല്പര്യത്തോടെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തു തീർക്കും. ഞാൻ നേരത്തെ ചെയ്തു തീർക്കും ഞാൻ. എന്നിട്ട് ബാക്കിയുള്ള സമയം ഞാൻ ഈ പ്രൊഡക്ഷനിൽ പോയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും. ഇത് ഉണ്ടാക്കുന്നത് കാണാനൊരു കൗതുകം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കൗതുകം. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് നിൽക്കുന്നത് എൻ്റെ ഓണർ കാണുകയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ നീ അവിടെ ഇരുന്നോ, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, ഈ പ്രൊഡക്ഷനിലെ ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ കഴുകലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമയം അവിടെ ഇരുന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയതാണ്. അങ്ങനെ ഞാൻ അവരെ കൂടെ ഇരുന്നിട്ട് ഒരു 3 വർഷം കൊണ്ട് അത്യാവശ്യം തിരക്കില്ലാത്തൊരു മേക്കറായിട്ട് മാറി. സർജറി ഇൻസ്ട്രുമെൻസുകളൊക്കെ ഉണ്ടാക്കുന്ന, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു മേക്കറായി. അതെ. അപ്പോൾ ഒരു സ്വാഭാവികമായൊരു ചോദ്യം വരും, എന്തൊക്കെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് അവരന്ന് ഉണ്ടാക്കിയിരുന്നത്? മെയിൻലി അവിടെ ചെയ്തായിരുന്നത് ഹാർട്ട് ആൻഡ് ബ്രെയിൻ, ന്യൂറോ സർജറി ആൻഡ് കാർഡിയോതൊറാസിക്, ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട സർജറി ഇൻസ്ട്രുമെൻസുകളാണ് ഉണ്ടാക്കിയിരുന്നത്. പ്രധാനമായിട്ടും ഈ ന്യൂറോ ആൻഡ് കാർഡിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി ഡോക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ജർമ്മൻ കമ്പനികളെയാണ്. ഏറ്റവും മികച്ച ക്വാളിറ്റി. അതെ, മികച്ചതായിട്ട് ലോകം മൊത്തം ഡോക്ടേഴ്സ് അവകാശപ്പെടുന്നത് ജർമ്മൻ കമ്പനികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻസ്ട്രുമെൻസുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നൊരു കമ്പനിയായിരുന്നു ഞാൻ മുമ്പ് ജോലി ചെയ്തായിരുന്ന കമ്പനി. അവിടെ ഇരുന്നാണ് ഞാൻ ഹാർട്ട് ആൻഡ് ബ്രെയിൻ സർജറിക്ക് വേണ്ട ഇൻസ്ട്രുമെൻസുകളൊക്കെ ഉണ്ടാക്കി പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുരോഗമനം ഉണ്ടായോ തൊഴിലിൽ? ആ കാലത്ത് നമ്മൾ ഈ ന്യൂറോ ആൻഡ് കാർഡിയാക്കിലേക്ക് വേണ്ട ഇൻസ്ട്രുമെൻസുകളൊക്കെ കോമൺ സർജറീസിനൊക്കെ വേണ്ടതാണ് നിലവിൽ ചെയ്യുക. അതല്ലാതെ എന്തെങ്കിലും ഹൈ റിസ്ക് കേസുകൾ, കോംപ്ലിക്കേറ്റഡ് സർജറികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം സർജറികൾക്കൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെതായ ഐഡിയയിൽ പലതും ഡിസൈൻ ചെയ്യാനുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് സായിപ്പ് ഒരു ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എറണാകുളത്ത് ലോകപ്രശസ്തനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, എൻ്റെ ദൈവം, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം സാറ്. അദ്ദേഹം അറിയാലോ, അദ്ദേഹം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ സർജറികളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഈ ദിവസവുമായിട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ചരിത്രത്തിലാദ്യമായിട്ട് 48 മണിക്കൂറിൽ 2 ഹൃദയം മാറ്റിവെച്ച ചരിത്രം കുറിച്ച എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ. ദൈവം അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും കൊടുക്കണം. അതെ. അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തിന് ഇതുപോലെ എന്തോ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് അദ്ദേഹം വന്ന് എത്തിപ്പെട്ടത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, പുതിയ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ, മോഡിഫൈ ചെയ്യാനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കമ്പനിയിലെ ഏറ്റവും മിടുക്കനായ ഒരാളെ സെലക്ട് ചെയ്യുക. അന്ന് മുതലാളി എന്നെയാണ് സെലക്ട് ചെയ്തത്. നാർക്ക് വീണത് സജീഷൻ. അതെ. അപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം മിടുക്കുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ സ്വയം മനസ്സിലാവുന്ന തരത്തിലായി. അങ്ങനെ എന്നെ കൂടെ പറഞ്ഞയച്ച് ഞാൻ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ കൂടെ സർജറിക്കൊക്കെ കയറി. അദ്ദേഹം എനിക്ക് ലൈവ് സർജറിയിൽ ഇങ്ങനെ പറഞ്ഞു തന്നു, ചില ഇൻസ്ട്രുമെൻസുകളെ കാണിച്ചു തന്നിട്ട് ഇതിനെങ്ങനെ അപ്ഡേൺ ആക്കാൻ പറ്റും, കർവേച്ചർ കൂട്ടാൻ പറ്റും എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഐറ്റമാക്കി മാറ്റാൻ വേണ്ടി ആണ് അദ്ദേഹം എനിക്കതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് അങ്ങനെ ഞാനത് ഒന്ന് ഉണ്ടാക്കി കമ്പനിയുടെ കയ്യിൽ കൊടുത്തു വിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ എന്തോ ഒരു സർജറി വന്ന സമയത്ത്, അത് ഉപയോഗിക്കേണ്ടതായിട്ടൊരു സർജറി വന്ന സമയത്ത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ സാധനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് പല കോൺഫറൻസുകളിലുമൊക്കെ അദ്ദേഹം ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അതിലൂടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ ആ ഇൻസ്ട്രുമെൻസിന് ഭയങ്കര ഡിമാൻഡായി. അങ്ങനെ ഞാൻ ജോലി ചെയ്തായിരുന്ന കമ്പനിക്ക് ഒത്തിരി എൻക്വയറീസ് വന്നു, ഓർഡേഴ്സ് വരാൻ തുടങ്ങി, ഇഷ്ടം പോലെ ഓർഡേഴ്സ് വന്ന് എൻ്റെ കൺമുമ്പിൽ കമ്പനി പെട്ടെന്ന് വളർന്നു.
ഈ ഒരൊറ്റ സാധനം കൊണ്ട്. അതെ. പക്ഷേ എനിക്ക് കാര്യമായ ഒരു പരിഗണനയൊന്നും കിട്ടിയില്ല. നമ്മളെന്താ വെച്ചാൽ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലങ്ങോട്ട് മുങ്ങിത്താഴുക എന്നൊക്കെ പറയില്ല നമ്മൾ. അതെ. ആ സമയത്ത് നമുക്ക് വിശപ്പുണ്ടാവില്ല, നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെ കുറേ നാളുകൾ ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു instrument പാടുപെട്ടിട്ടായിരിക്കും. ആണത്. അതെ അതെ അതെ, അങ്ങനെയായിരിക്കും നമ്മളതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടല്ല കേട്ടോ, അല്ലാതെങ്കിലും നമുക്ക് ഒരു മുതുകത്ത് തട്ടൽ നമ്മൾ കൊള്ളാം, നീ ആഗ്രഹിക്കണം. മിടുക്കനാണ്. നമ്മൾ അത് കിട്ടിയില്ല എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ആ സമയത്ത് എൻ്റെ വീട്ടിലും വലിയ ബുദ്ധിമുട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടെ ആയിരുന്നു എന്താണ് സംഭവിച്ചത്? ഇരുന്നായിരുന്നത്. അന്ന് എൻ്റെ താഴെ ഒരു പെങ്ങളാണ്. ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു അച്ഛനൊന്ന് കൂലിപ്പണിക്കാണല്ലോ പോകുന്നത്. പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൂലിപ്പണിക്ക് പോയിട്ട് അച്ഛൻ കുറേ കടവും കള്ളിയൊക്കെ വാങ്ങിയിട്ട് പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്ത് അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി അച്ഛൻ പണിക്ക് പോകുന്ന സമയത്ത് അച്ഛൻ ആക്സിഡൻ്റ് ആവുകയാണ് ചെയ്തത്. അച്ഛൻ ആക്സിഡൻ്റായി സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ട് വന്നു. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ഇത് അഴിച്ചു കെട്ടാനൊക്കെ വേണ്ടിയിട്ട് പോകുമല്ലോ, പ്രൊസീജിയറിന് വേണ്ടി പോകുമല്ലോ. ആ പോകുന്ന സമയത്ത് ആ വണ്ടി വീണ്ടും ആക്സിഡൻ്റായി. അങ്ങനെ നമ്മൾ കുരു എന്നൊക്കെ പറഞ്ഞ പോലെ അച്ഛൻ 2 വർഷം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ, പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്ത ബാധ്യതകളും അച്ഛനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ 2 വർഷം സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടി വന്ന ചിലവുകളുമൊക്കെ പാടെ ഇപ്പോൾ കടത്തുമ്മ കടായി. അങ്ങനെ ഇടപാടുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിലും മറത്ത് കയറി വരലും അച്ഛൻ്റെ കോളറിൽ പിടിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ കണ്ടു നിൽക്കേണ്ട ഗതികേടൊക്കെ വരികയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം അച്ഛൻ വളരെ വിഷമത്തോടെ പറയുകയാണ്. കാരണം മക്കളുടെയും ഭാര്യയുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഒരു കോളർമ പിടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ പറയുമ്പോൾ ആർക്കും അതത്ര താങ്ങാനാവാത്തൊരു കാര്യമായിട്ടാണല്ലോ വരിക. അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത്, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കടമൊക്കെ വീട്ടണോടാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ തലയാട്ടി കേൾക്കുക എന്നുള്ളതല്ലാതെ അതിന് സൊല്യൂഷൻ പറയാൻ എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല. മാറിക്കു ഞാനൊക്കെ നോക്കാമെന്ന് പറയാൻ തരത്തിൽ എനിക്കതിനൊരു നിവർത്തിയില്ല. അപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കെന്നാൽ ഇരിക്കുന്ന വീടും സ്ഥലമൊക്കെ കൂടെ വിൽക്കാം, എന്നിട്ട് നമുക്ക് ബാധ്യതകളൊക്കെ വീട്ടിയിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന വീടും സ്ഥലമൊക്കെ വിറ്റ് ബാധ്യതകളൊക്കെ തീർത്ത് നോക്കുമ്പോൾ അവസാനം ബാക്കിയുണ്ടായിരുന്നു ഞങ്ങൾ ചോറും കറിയും വെച്ച് കഴിക്കുന്ന ചട്ടിയും കലം മാത്രമായിരുന്നു. അങ്ങനെ അത് പെറുക്കിയിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് പോകുകയുണ്ടായത്. അപ്പോൾ ആ വാടക വീട്ടിൽ ഞങ്ങളിങ്ങനെ അന്ന് കോതകുറിശി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വാടകയ്ക്ക് ഇരിക്കുന്നത്. അന്ന് 1500 രൂപയ്ക്ക് ഒരു അത്യാവശ്യം തിരക്കില്ലാത്തൊരു വാടക വീടൊക്കെ കിട്ടും. അത് ഞങ്ങൾക്ക് അഫോർഡബിൾ അല്ലായിരുന്നു. എന്നിട്ട് അങ്ങനെ അന്വേഷിച്ച് ഒരു 600 രൂപയ്ക്ക് ഒരു വാടക വീട് കിട്ടി. ഒരു മേൽക്കൂരയൊക്കെയുള്ള ഒരു പഴയ ഒരു ഓട് വീട് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അതിൽ എൻ്റെ കുടുംബത്തെ ഞാൻ അവിടെ സുരക്ഷിതരായിട്ട് ഇരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ബാംഗ്ലൂർ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മുതലാളിയുടെ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട, അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ് അദ്ദേഹം എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. അതെ അതെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇല്ല. അതെന്താണെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിനൊക്കെ ശേഷം എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ മുമ്പിൽ ഒരു നായ ചാടിയിട്ട് എനിക്കൊരു അപകടം സംഭവിച്ചു. അങ്ങനെ എനിക്ക് കൈക്കൊക്കെ നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കമ്പനി ഓണർ തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതിൻ്റെ പണം ചിലവാക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ എന്നെ സർവ് ചെയ്ത ഡോക്ടറുമായിട്ട് അദ്ദേഹം ഓണർ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി വെയിറ്റ് ഒന്നും തൂക്കാനൊന്നും പറ്റില്ല, കൈക്ക് നല്ല കാര്യമായ പരിക്കുകളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരനായിട്ടുള്ള എൻ്റെ മുതലാളിക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, എന്നെ കൊണ്ട് ഇനി ഒരു നേട്ടമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഞാൻ റിക്കവറി ആയതിനു ശേഷം ഞാൻ വീണ്ടും പോയി എന്നെക്കൊണ്ട് വയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്യാനൊക്കെ ശ്രമിച്ചു. കൂടെ ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്ത കാര്യമുണ്ടല്ലോ, വീട്ടിലെ പ്രശ്നങ്ങൾ, കാരണം വീട്ടിൽ നിന്ന് എനിക്കിങ്ങനെ പ്രഷറുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇടയിൽ ചോദിച്ചു ഞാൻ. അപ്പോൾ അങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കുകയാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന അത് കേൾക്കാൻ ഉള്ളൊരു ത്രാണി അതിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കരഞ്ഞിറങ്ങിപ്പോരുകയാണ് ചെയ്തത്. അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ ആ വാടക വീട്ടിൽ ആരുമില്ല, ഒരു വാക്കുകൊണ്ടെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ, ഒന്ന് മുതുകത്ത് തട്ടാൻ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുഖത്തോടെ നോക്കിയിട്ട് അച്ഛനും അമ്മയും ഞാനൊക്കെ ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് എൻ്റെ കുടുംബം നോക്കണം, എൻ്റെ അച്ഛനും അമ്മേനെ എനിക്ക് പട്ടിണി അടക്കാണ്ട് എനിക്ക് നോക്കണം എന്നുള്ളൊരു ഒറ്റ ഗോൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആകെ ചെയ്യാൻ അറിയാവുന്ന പണി സർജറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാൻ അറിയാം.
ഈ മേഖല എനിക്ക് ആകെ പരിചയമുള്ളത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം സാറെയാണ്. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം അടുത്ത ബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ തിയേറ്ററിനകത്ത് സർജറിക്ക് കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ദിവസം ട്രെയിൻ കയറി പോയതാണ് എറണാകുളത്തോട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വിവരം പറഞ്ഞു. പക്ഷേ ഞാനൊരു ഉണ്ടാക്കലുകാരനാണെന്ന് അവർക്ക് മനസ്സിലായി, ഒരു കമ്പനിക്കാരനാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ കാണിച്ചാൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അപ്പോയിൻമെൻറ്റ് എടുക്കണം. അദ്ദേഹം വളരെയധികം തിരക്കുള്ള ഒരു സർജനാണ്. അപ്പോൾ ആയതുകൊണ്ട് എൻ്റെ കയ്യിലാണെന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് പോലും ഇല്ല. അപ്പോൾ അവർ പെർമിഷൻ തന്നില്ല. അങ്ങനെ 2-3 ദിവസമൊക്കെ ഞാൻ അവിടെ ട്രൈ ചെയ്തു. പക്ഷേ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോരാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു. ഇനി ഒരു ദിവസം കൂടെ അവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ കയ്യിൽ 10 പൈസ ഇല്ല. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലൊരു ഐഡിയ തോന്നി, അകത്ത് കിടന്നല്ല നമുക്ക് കാണാൻ പറ്റാത്തത്, എങ്ങനെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ കാർ പാർക്കിങ്ങിൽ പോയി നോക്കി. കാരണം ആശുപത്രികളിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ കാർ പാർക്കിങ്ങിൽ ശ്രദ്ധിച്ച് നമുക്കറിയാൻ പറ്റും, ഡോക്ടേഴ്സിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അതാത് ആളുകളുടെ കാറ്, ഡോക്ടേഴ്സിൻ്റെ കാർ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബോർഡ് കണ്ടു, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നുള്ള ബോർഡ് കണ്ടു. താഴത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് BMW നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു, എന്തായാലും കാറിലോട്ട് വരുമല്ലോ അദ്ദേഹം. അങ്ങനെ അദ്ദേഹം വൈകുന്നേരത്തെ സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാറിലോട്ട് വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ ജെന്യുവനായിട്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സാറേ കാര്യങ്ങളുണ്ടായത്, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് എൻ്റെ കുടുംബം നോക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം എന്നെ ചേർത്തി പിടിച്ചിട്ട് മുതുകത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് മറ്റൊരു ബ്രാൻഡ് നെയിമിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ വെരി ഹാപ്പിയാണ്. ഇനി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കുക, നിനക്കത് തുടങ്ങാൻ വേണ്ടി നിനക്ക് എന്താണോ ആവശ്യം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ ഇതൊക്കെയാണ് സാർ, ഇതിനൊക്കെ വേണ്ട ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം അതിന് വേണ്ട സഹായങ്ങൾ, പൈസയൊക്കെ അദ്ദേഹമാണ് എനിക്ക് തന്നത്. അങ്ങനെ ആ പൈസ തരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഉപദേശങ്ങളും അദ്ദേഹം തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത്, സജീഷ് പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കരുത് സജീഷേ. പിന്നെ നമ്മൾ വിചാരിക്കില്ല പൈസയ്ക്കല്ലാണ്ട് പിന്നെ എന്തിനു വേണ്ടി നമ്മൾ പണിയെടുക്കുന്ന സ്വാഭാവികമായിട്ട് ചിന്തിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പൈസ നമ്മുടെ കൂടെ വന്നോളും. തീർച്ചയായിട്ടും. പിന്നെ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ബോധം നിനക്കുണ്ടാവണം എപ്പോഴും. കാരണം ആശുപത്രി കിടക്കയിൽ മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവിടെ പെടാപ്പാട് വിടുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലൊരു അംഗം തന്നെയാണ് നീയും എന്നുള്ളൊരു ബോധം നിനക്കുണ്ടാവണം. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ് അദ്ദേഹം എനിക്ക്. എന്നുവെച്ചാൽ എൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് എന്നെ ഉപദേശിക്കാൻ അദ്ദേഹം ചെയ്തത്. മാത്രമല്ല, ഈ കാര്യങ്ങൾ നീ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നതായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സിലേക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞാൽ. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വാടക വീടിൻ്റെ പുറകിൽ 2 ടാർപ്പായൊക്കെ വലിച്ച് കെട്ടിയിട്ട് 2 മോട്ടറും കുറച്ച് റോ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് 10 വർഷം മുമ്പ് തുടങ്ങിയ പരിപാടിയാണത്. അന്ന് എന്താണ് പേരിട്ടത്? കമ്പനിക്ക് KV സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കമ്പനിക്ക് ഞാൻ പേരിട്ട്. എന്താണ് KV എന്ന് പറയുന്നത് എൻ്റെ ഹൗസ് നെയിമാണ്. കള്ളിവളപ്പിൽ നിന്നാണ് എൻ്റെ ഹൗസ് നെയിം. എൻ്റെ വീട്ടുപേരിൽ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ആ KV എന്ന പേരിട്ടത്. ഐശ്വര്യമായ അദ്ദേഹം തന്ന ആ മൂലധനം കൊണ്ടാണ് താങ്കളുടെ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. അതെ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ കയ്യിലോട്ട് ഇത് എത്തിയോ, സെയിൽ ചെയ്യാൻ സാധിച്ചു? തീർച്ചയായിട്ടും. ഞാൻ അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആ ഫസ്റ്റ് ഓർഡർ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കോൾസുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അറിയാതെ എനിക്കൊരു വലിയൊരു കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടായി. അത് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നു. എന്ന് വെച്ചാൽ ഇത് എന്നെക്കൊണ്ട് പോസിബിൾ ആണ് എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ളൊരു കോൺഫിഡൻസ് തന്നു എനിക്ക്. അത് ഈ 10 വർഷം പിന്നിടുമ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം പിന്നെ വന്നിട്ടില്ല. അത് പിന്നെ വളർച്ചയുടെ പാതയിലായി. അതെ. സജീഷ് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് പോയി. എനിക്ക് എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലേക്കുള്ള ഓർഡേഴ്സുകളൊക്കെ എനിക്ക് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ കുറേ എൻ്റെ സഹപ്രവർത്തകരായ ആളുകളെയൊക്കെ ഞാൻ വിളിച്ചു. അവരെൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായി. കൂടാതെ ഞാൻ കുറേ ആളുകളെ ട്രെയിൻ ചെയ്യിച്ചെടുത്തു. അങ്ങനെ ഞാൻ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഈ വരുന്ന ഓർഡേഴ്സിനെല്ലാം
ഞാൻ തിരക്കിടില്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരുങ്ങി മുന്നോട്ട് അങ്ങനെ ഒരുപാട് ഒരു പോയി. ഫാക്ടറി ആക്കി അപ്പോഴേക്കും. അതെ, ഫാക്ടറി ഒരു കമ്പനി സെറ്റപ്പിലേക്ക് നമ്മൾ ഒരു 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 സെൽഫ് മെയ്ഡ് എന്നുള്ള രീതിയിൽ നിന്ന്, ഒരു സ്വയം തൊഴിൽ സംരംഭകൻ എന്നതിൽ നിന്ന് മാറി ഒരു കമ്പനി എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. കാലത്താണ് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അവിടെ നിന്നാണ് അടുത്ത ചോദ്യം. സജീഷ് പിന്നീട് വളരെ ഫേമസ് ആവാൻ കാരണം കൈരളി ചാനലിൻ്റെ ഒരു അവാർഡ്, ആ ഫംഗ്ഷനിൽ വെച്ച് മമ്മൂക്ക താങ്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടു. അതിലൂടെയാണ് താങ്കൾ വീണ്ടും പ്രശസ്തനാവുന്നത്. എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിപ്പെട്ടത്? അതിലേക്ക് എത്തിയതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയോട് എനിക്ക് ഒത്തിരി കടപ്പാടും നന്ദിയുമാണ് ആദ്യം തന്നെ പറയുന്നത്. കാരണം എന്നെ സമൂഹം അറിഞ്ഞത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഞാൻ പെട്ട പാടെന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ സമൂഹത്തിൽ അറിഞ്ഞത് ഞാൻ ഇതേ ഒരു സീറ്റിൽ വന്നിരുന്നു കൊണ്ടാണ്. അത് അങ്ങാണ് എൻ്റെ കഥ സമൂഹത്തിന് അറിയിച്ചത്. ആ കഥ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെയും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും അതിൽ ഞാൻ പരാമർശിക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനെ കുറിച്ച് അന്ന് ഞാൻ പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹമാണ് എന്നെ ഈ വഴിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നൊക്കെ അന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിച്ചു. അപ്പോൾ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം സാറും ഒക്കെ അത് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ പാസ് ചെയ്തു. അങ്ങനെയാണ് മമ്മൂക്ക തീരുമാനിച്ചത്. മമ്മൂക്ക എല്ലാ വർഷവും ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിനോ ഒരു വ്യക്തിക്കോ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. നേരിട്ട് തിരഞ്ഞെടുത്തിട്ട് ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. കൈരളി ചാനലിൻ്റെ ചെയർമാൻ്റെ പ്രത്യേക പുരസ്കാരം, ഒരു ഇന്നോടെക് അവാർഡ്. അതിന് അദ്ദേഹം എന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്, നേരിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അനുഗ്രഹമായിട്ട് ഒരു നിമിത്തമായതിൽ ഞാനും എൻ്റെ സ്പാർക്കിലുള്ള പാർട്ട്നേഴ്സും താങ്കളോടും തീർച്ചയായിട്ടും സാർ, ഞാൻ ഈ അവസരത്തിൽ അതിനോട് ഒരു നന്ദി അറിയിക്കുക കൂടെ ചെയ്യുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? അതുമൂലം എന്തായിരുന്നു താങ്കളുടെ ജീവിതത്തിലുണ്ടായ വഴിത്തിരിവ്? അത് വലിയൊരു ഒരു വഴിത്തിരിവുണ്ടാക്കി. അന്ന് ആ അവാർഡ് ദാന ചടങ്ങിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉള്ളു തുറന്നിട്ട് ഞാൻ വന്ന വഴികളും ഞാൻ പെട്ട പാടെന്താണെന്നും എനിക്കിനി എവിടെ എത്തണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാനതിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയുണ്ടായി. മമ്മൂക്കയും അതിനെ അനുകൂലിച്ചുകൊണ്ട് എന്നോട് സ്നേഹത്തോടെ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ആ അവാർഡ് ദാന ചടങ്ങിൽ എൻ്റെ വീഡിയോ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കുകയുണ്ടായി. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 7 മില്യൺ വ്യൂസിലേക്കൊക്കെ ആ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അത് ലോകത്ത് സാർക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ, ഹോസ്പിറ്റലുകളിൽ ഒരു മലയാളികളും ഇല്ലാത്ത ആശുപത്രി ഉണ്ടാവില്ല. നഴ്സുമാരില്ലാത്ത ലോകത്ത് ഏത് ആശുപത്രി ഉണ്ടാവുക? അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവും. അതെ, ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സസോ ആയിട്ട് ഏത് ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മലയാളികളുള്ള ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ എല്ലാ സ്ഥലങ്ങളിലും ആ വാർത്ത എത്തുകയുണ്ടായി. എന്നുവെച്ചാൽ ഞാൻ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒരു പ്രത്യേക കാര്യം ചെയ്തുകൊണ്ടാണ് മമ്മൂക്ക എനിക്ക് അവാർഡ് തന്നതെന്നുള്ളത് ഹെൽത്ത് ഇൻഡസ്ട്രിയിലെ ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചു. അങ്ങനെ ലോകമെമ്പാടും അത് ശ്രദ്ധിക്കപ്പെട്ടു. അതിലൂടെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. എന്നുവെച്ചാൽ ഞാൻ മികച്ചവനാണ്, എൻ്റെ ഉൽപ്പന്നങ്ങൾ മികവുണ്ട് എന്നുള്ളതിൽ നേരത്തെ ഡോക്ടർ ജോസ് സാറും അതും അല്ലാതെയും ഒരുപാട് ആളുകളുടെ അഭിപ്രായമൊക്കെ എല്ലാവരും അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും ആവശ്യക്കാരുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്തണമെന്നുള്ളൊരു തോന്നലിൽ എന്നെ ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്തു. ആ കൂട്ടത്തിലാണ് എനിക്ക് ഖത്തറിൽ നിന്ന് ഒരു കോൾ വരുന്നത്. ഓക്കെ. ഖത്തറിൽ എന്നെ ഒത്തിരി ആളുകൾ ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ പലരും ബിസിനസ്സുകാരായ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ചിലപ്പോൾ എൻ്റെ സെയിം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ഞാൻ വന്ന വഴികളിലൂടെയൊക്കെ പലപ്പോഴും പല ആളുകൾക്കും കടന്നു പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അത് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ പലപ്പോഴും എന്നെ ആളുകൾ വിളിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് വന്നൊരു കോളാണ് ഖത്തറിൽ നിന്നൊരു കോള്. എന്നോട് പറഞ്ഞു, ഒരു മലയാളിയാണ്, അൽത്താനി ഫാമിലിയെ പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അൽത്താനി ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അൽത്താനി ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. പിന്നെ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. അൽത്താനി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാജകുടുംബമാണ്, അവിടുത്തെ റോയൽ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ ഒരു അഡ്വൈസറാണ് എന്നെ വിളിച്ചത്, ഒരു മലയാളി. അപ്പോൾ അദ്ദേഹം എൻ്റെ സ്റ്റോറി ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ട് അവരുടെ ബോസിന്, അവിടുത്തെ ഷെയ്ഖുമാർക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. എൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് അവർ ബന്ധപ്പെടാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം ഒന്ന് അറിയിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ അവരോട് ഞാൻ സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ നാട്ടിലോട്ട് വന്നു. നാട്ടിലോട്ട് വന്നത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ആരാണ് അവിടെ നിന്ന് വരുന്നത്? അവരുടെ അഡ്വൈസേഴ്സ് തന്നെയാണ് അവർ ആദ്യം വന്നത്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടാണ്, ഖത്തറിൻ്റെ സ്പെഷ്യൽ സംഗതികളൊക്കെ ഒത്തിരി കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ഒത്തിരി നേരം ഇരുന്നൊക്കെ സംസാരിച്ച് അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സജീഷ് ഇനി ഖത്തറിലോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയോ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ സ്നേഹമുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയില്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല, ഇനി ഒരു സങ്കടം വരും പറയില്ലേ, അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർ പോയതിന് ശേഷവും അവരെന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തു. എപ്പോഴാണ് നിങ്ങൾ ഖത്തറിലോട്ട് വരികയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പെരുന്നാളിൻ്റെ സമയത്ത് എനിക്ക് 2-3 ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, ഗ്യാപ്പുണ്ട് 3 ദിവസം ഗ്യാപ്പുണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞെടുത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ആ ഫസ്റ്റ് പേജ് ഒന്ന് ഫോട്ടോ എടുത്തൊന്ന് അയക്കൂ, നിങ്ങൾ വിസയും ടിക്കറ്റൊക്കെ അങ്ങോട്ട് അയച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിസ അയച്ചോളൂ, ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത്, സജീഷേ നിങ്ങൾ വരുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു അതിഥിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ അതൊരു കുറച്ചിലായിട്ട് കാണരുത് ഇതൊക്കെ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് ഇത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പം എന്താ പോകുന്നത്, എനിക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ അപ്പം ഞാൻ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് വിസയും ടിക്കറ്റൊക്കെ അയച്ചു തന്നു. ഞാനത് തുറന്നു നോക്കുമ്പോൾ ഞാൻ കുറച്ച് യാത്രകളൊക്കെ പല രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട് വെച്ചാലും വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ലക്ഷറി ആയിട്ടുള്ള യാത്രകളോ, ഞാൻ ലളിതമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അങ്ങനെയല്ല വന്നത്, കാരണം അതൊരു പാറ്റേൺ ആയി, ശീലമായി അത്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള വിമാന ടിക്കറ്റൊക്കെ ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലെ ടിക്കറ്റ് മാത്രമല്ല, ഒരു വലിയ വാല്യൂവിൽ എനിക്ക് ഇൻഷുറൻസൊക്കെ ഞാനൊന്നും അപ്പോൾ എനിക്ക് അത്ര വാല്യൂ ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയൊക്കെ വാല്യൂ എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വലിയൊരു വാല്യൂവിൽ ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ട് മാത്രമല്ല ഇന്നിപ്പോൾ നമുക്ക് ദൈവം സഹായിച്ചിട്ട് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യ സൗകര്യമുള്ള വാഹനങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ എൻ്റെ വാഹനത്തിൽ പോലും ഒരു എയർപോർട്ടിലേക്ക് പോകാൻ അനുവദിച്ചില്ല അവർ അറേഞ്ച് ചെയ്തൊരു വാഹനം എൻ്റെ പടിപ്പുരയുടെ പുറത്ത് വന്നു അത് നാട്ടിൽ എയർപോർട്ടിലേക്ക് പോകാൻ. അതെ. എന്നിട്ട് അതിൽ കൊണ്ടുപോയിട്ട് നേരെ എയർപോർട്ടിൽ വന്ന് ഞാൻ നേരെ ഖത്തറിൽ പോയിട്ട് ഇറങ്ങി. അവിടെ ചെന്നിറങ്ങിയിട്ട് ഞാൻ എയർപോർട്ടിന് പുറത്ത് വന്ന് നോക്കും 3 കാറുകൾ നിൽക്കുകയാണ് അവിടെ. അതിൽ നടുവിലെ കാറിൽ ഞാൻ, മുമ്പിലും പിന്നിലേക്ക് അവരുടെ പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് ഞാനത് സ്വപ്നം കാണുകയാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവരങ്ങനെ ദോഹയിൽ കൊണ്ടുപോയി അവരുടെ 5 സ്റ്റാർ ഫെസിലിറ്റി എന്നെ അക്കമഡേറ്റ് ചെയ്തു. എനിക്കൊരു ഫോണും ഒരു നമ്പറൊക്കെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ നമ്പർ ഇതിൽ വാട്സപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഇതിൽ ഷെഡ്യൂളുകൾ നിങ്ങൾക്ക് വരും, ആ സമയത്ത് നിങ്ങൾ ലോബിയിൽ ഇറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് ഞാൻ ലോബിയിൽ ഇറങ്ങി നിന്നു. ഈ 3 വണ്ടി വീണ്ടും വരുന്നു, നമ്മൾ നടുവിലെ വണ്ടിയിൽ കയറുന്നു. എന്നിട്ട് അവർ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് അവർ ഷെയ്ഖുമാരുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവരെന്താ പറയുന്നതെന്നറിയോ? ഇപ്പോൾ ഷെയ്ഖുമാർ പറയുന്നത് അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. അവർ പറയുന്നത് ഒരു 30 തലമുറയ്ക്ക് ജീവിക്കാൻ, അവരുടെ പൗരന്മാർക്ക് ഒരു 30 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അവർ ഒരുപാട് പൂർ കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലപ്പുറത്ത് ഈ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നതിലപ്പുറത്ത് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യണവർക്ക്, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വാല്യൂ കൊടുക്കാൻ തരത്തിൽ ക്യാഷ് അല്ലാതെ എന്തെങ്കിലും ചെയ്യാനാണ്. ആ രീതിയിൽ ലോകമെമ്പാടും അവരുടെ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളൊരു മനോഭാവത്തിലാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്ന് കണ്ടെത്തിയത് സജീഷിനെയാണ് എന്ന് പറഞ്ഞവർ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു, സജീഷ് ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നൊരു സജീഷ് ഈ ഒരുപാട് കാലം പഠിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഡോക്ടർക്ക് സർജറി ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഡോക്ടർക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻസുകളൊക്കെ ഒരു സാധാരണക്കാരനായ സജീഷ് ഉണ്ടാക്കിയിട്ട് ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ ഇതേ സംഗതി നമ്മൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതായിരിക്കും. അതിൻ്റെ ഗുണങ്ങൾ കേരളത്തിലോ നമ്മുടെ ഇന്ത്യയിലോ മാത്രമല്ലാതെ ലോകത്തിൽ എല്ലായിടത്തും ഈ ഒരു നന്മ എത്തിച്ചേരണം. അതിന് നമുക്ക് ഒരു മാനുഫാക്ചറിങ് കമ്പനി, ഒരു മെയ്ഡ് ഇൻ ഖത്തർ എന്നുള്ളൊരാശയം രാജ്യം മുന്നോട്ട് വെക്കുകയാണ്. അതെ, അവിടെ ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാം.
എന്നിട്ട് അത് ലോകമെമ്പാടും എല്ലായിടത്തേക്കും എത്തിക്കുക. ഞാൻ എന്ന് വെച്ചാൽ എന്നെ കൃത്യമായിട്ട് അവർ പഠിച്ചുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ ആശയങ്ങൾ എന്താണ്, അൾട്ടിമേറ്റ്ലി ഞാൻ പണമുണ്ടാക്കാൻ വേണ്ടി വന്നൊരാളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്, ബേസിക്കലി ഐ എം നോട്ട് എ ബിസിനസ് മാൻ, ഞാനൊരു ആക്സിഡൻ്റൽ എൻ്റർപ്രണർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബിസിനസ്സുകാരന് ആവശ്യമില്ല, ബിസിനസ്സുകാർ താഴെ വരി നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് ഞങ്ങളുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർക്കും പണം ഉണ്ടാക്കാമെന്നുള്ളൊരു മനോഭാവത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവരെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട സജീഷിനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം അവിടെ എത്തുന്നത് വരെയും അവിടെ ഇരിക്കുന്നത് വരെയും എന്താണ് ഡിസ്കഷൻ എന്ന് എനിക്കറിയില്ല. എന്നെ വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തോടെ അവരെന്നെ വിളിച്ചു, ഞാൻ അവിടെ പോയി. പക്ഷേ ഡിസ്കഷൻ്റെ വിഷയം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് കാര്യം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സ്വഭാവം ഒരാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഞാനത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്റ്റക്കായി. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്റ്റക്കായി. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാനുഷിക പരിഗണന, മനുഷ്യത്വം എന്നൊക്കെ പറയില്ല നമ്മൾ, അതൊക്കെയുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കത് ഉണ്ട് എന്നുള്ളത്. കാരണം എന്നെപ്പോലൊരു സാധാരണക്കാരനെ ഇപ്പോൾ ഞാൻ ബഹുമാനത്തോടുകൂടി അവിടെ വിളിച്ചിരുത്തുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവരുടെ നല്ല മനസ്സ്. അതെ. കാരണം ഞാനൊക്കെ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞാലേ ആ കൊയ്ത്ത് കഴിഞ്ഞാൽ കുറ്റിയിൽ പന്ത് കളിച്ച് നടക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അങ്ങനെ ഒരു സാധാരണക്കാരനെ ഇവർ ഇങ്ങനെയും ട്രീറ്റ് ചെയ്തിട്ട്, അയ്യോ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ ഒരു ട്രീറ്റ് ചെയ്യുവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ 7 ദിവസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ലക്ഷറീസും അവരെന്നെ കൊണ്ടുപോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അവരുടെ ആ ഒരു എന്താ പറയുക ഹിസ്റ്ററി എന്താണെന്നുള്ളതും ഇപ്പം എന്താണെന്നുള്ളതും ഇനി അവർ എന്താണ് എയിം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇതൊക്കെ കൊണ്ടുപോകുന്നത് ഷെയ്ഖുമാർ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ അവർക്ക് അവരുടെ മാനേജേഴ്സിനെ അല്ലെങ്കിൽ അഡ്വൈസേഴ്സിനെ ഒക്കെ വേണമെച്ചാൽ കൂടെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവർ തന്നെ കൂടെ വന്നുകൊണ്ട്, എന്ന് വെച്ചാൽ ആ വലിയ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർ തന്നെ എൻ്റെ കൂടെയൊക്കെ വന്ന് എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഈ പദവികളേക്കായൊക്കെ എത്രയോ മുകളിലാണ് മനുഷ്യത്വം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന ആ മനുഷ്യത്വത്തിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് അവർ നിൽക്കുന്നതെന്നും എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു ആശയം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്തായിരുന്നു അവരുടെ പ്രപ്പോസൽ? ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ഖത്തറിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നു, ഒരു മേജർ ഷെയർ നമ്മളുടെയും ഒരു 40-60 റേഷ്യോയിൽ, 50 പോലും അല്ല, മേജർ ഷെയർ 60% എൻ്റെ ഷെയറും 40% അവരുടെയുമായിട്ട് കംപ്ലീറ്റ് 100% ഫണ്ടിങ് അവരുടെ, ഫണ്ടിങ് അവരുടെ 60% എൻ്റെ എക്സ്പെർട്ടൈസിന് അവർ വാല്യൂ ചെയ്ത്. അങ്ങനെ അവരതിൽ ഒരു ലാഭേച്ഛ ഇല്ലാതെയാണ് കേട്ടോ അവർ ഇടപെടുന്നത്. അതിലെ ലാഭമല്ല അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കൂടെ നിൽക്കുക, അതിനെ ഹെൽപ്പ് ചെയ്യാം, എന്നിട്ട് അത് ലോകമെമ്പാടും എത്തിക്കുക. മെയ്ഡ് ഇൻ ഖത്തർ. ആ നന്മയുടെ പുറകിൽ ഖത്തറിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ളതും അതൊരു നന്മയാണല്ലോ, വലിയൊരു നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. അതിനോട് എന്താണ് യെസ് പറഞ്ഞോ? ഞാനപ്പോൾ അതിനോട് ഓക്കെ പറഞ്ഞു, നമുക്കത് മുന്നോട്ട് പോവാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഭയങ്കര ഹാപ്പിയാണ് അവർ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടി ഒരു കൺസ്ട്രക്ഷനൊക്കെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. അതേപോലെ തന്നെ ലോകത്തുനിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ടെക്നോളജി അവർക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്നെയുള്ള എക്സ്പേർട്സുകൾ വേണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ടീമും ഞാനും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളത് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ നാട്ടുകാർ, ചോറ്, സാമ്പാർ ഇതൊന്നും ഇല്ലാണ്ട് എനിക്കൊരു പരിപാടി എനിക്ക് പറ്റില്ല എനിക്ക്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒരു സജഷൻ വെച്ചു ഞാൻ. കാരണം ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങി, ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയപ്പോൾ ഒത്തിരി ആളുകളിലേക്ക് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അതിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു, കുറേ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. അതെ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പെരിയപ്പുറം ഡോക്ടറെ പോയി കാണുകയുണ്ടായി ഞാൻ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അങ്ങ് 10 വർഷം മുമ്പ് അങ്ങ് തന്ന ഒരു കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്കൊക്കെ എത്തിയത് സാറേ. അപ്പോൾ ഇന്ന് ലളിതമായിട്ട് ജീവിക്കാമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ വാർദ്ധക്യകാലത്ത് അവർ സംരക്ഷിക്കാനും എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്, ലളിതമായിട്ട് ജീവിക്കുകയാണെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പോലും
കുഴപ്പമില്ല കേട്ടോ സാറേ, ആ തലത്തിലേക്കൊക്കെ എത്തിയിട്ടോ സാറേ എന്ന് പറഞ്ഞപ്പോൾ സാറിന് ചീത്ത പറഞ്ഞു. സാറിനോട് പറഞ്ഞെന്താണെന്നറിയോ? സജീഷും സജീഷിൻ്റെ കുടുംബവും മാത്രം രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ആ കാർപോർച്ചിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നിൻ്റെ കണ്ണിൽ ഞാൻ തിളക്കം കണ്ടു. നീ വിജയിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൂടെയുള്ളവരെ നീ രക്ഷപ്പെടുത്തുമെന്നുള്ളത് എനിക്കന്ന് തോന്നിയിരുന്നു. ഇപ്പം ഞാൻ നിന്നെ സഹായിച്ച പോലെ നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആളുകളെ നീ സഹായിക്കാനാണ് നിന്നെ ഞാൻ സഹായിച്ചത്. അപ്പോൾ നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പം നിനക്ക് മനസ്സിലായി കാണും ഈ ഇൻഡസ്ട്രി എന്താണെന്നുള്ളതും ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതും നിന്നെ ഈ സമൂഹത്തിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളതും നിനക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതിലൂടെ ഇത് തുടർന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുത്ത് നിനക്ക് ആ കുടുംബങ്ങളുടെ അത്താണിയാവാൻ പറ്റും. ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് നിൻ്റെ ഈ സഹായത്തോടെ നിൻ്റെ ഈ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മികച്ച നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്ന സമയത്ത് അതൊരുപാട് സാധാരണക്കാര രോഗികൾക്കും ഗുണമാവും. അതിനാണ് നീ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, നീ മുന്നോട്ട് പോകണമെന്നുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച് ഞാൻ കുറച്ചും കൂടെ വലിയൊരു പ്ലാന്റ്, മാനുഫാക്ചറിങ് പ്ലാന്റ്, കാരണം നമുക്ക് നിലവിലെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറഞ്ഞപ്പോൾ വലിയൊരു പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ഖത്തറിലെ അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ ഞങ്ങൾക്ക് കൂടുതൽ ആളുകൾ ട്രെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുതിയ പ്ലാന്റിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ ആളുകൾ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആളുകളെ ഞാൻ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറി ഇൻസ്ട്രുമെൻസുകൾ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുന്ന സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇത് ഞാൻ നേരത്തെ എൻ്റെ മനസ്സിൽ ഓങ്ങി വെച്ചൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ ജോസ് സാറും അതേപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് നമ്മൾ മികച്ചതാണെന്നുള്ള അഭിപ്രായം പറയുമ്പോൾ നമ്മളുടെ കാലം കഴിഞ്ഞാലും ഇവിടെ ഭൂമിയിൽ മനുഷ്യരാശി ഉള്ളവിടത്തോളം കാലം മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ മികച്ച ചികിത്സ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മികച്ച ഉപകരണങ്ങൾ നാളെ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. യുവതലമുറയെ വാർത്തെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അതെൻ്റെ ഒരു കടമയാണ്. അപ്പോൾ എൻ്റെ കഴിവും അറിവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാലാണ് അത് സമ്പൂർണ്ണമാവും എന്നുള്ളത് എന്നോ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പോഴാണ് ഞാനിതൊരു കോഴ്സായിട്ട് സമൂഹത്തിൽ ഒരു ടെക്നിക്കൽ സ്കില്ല് പഠിക്കാൻ താല്പര്യമുള്ള അതിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ITI, പോളി, ഡിപ്ലോമയൊക്കെ പഠിച്ച ആളുകൾ അവരൊരു ടെക്നിക്കൽ സ്കില്ല് പഠിക്കാൻ താല്പര്യത്തോടെ വരുന്നവരാണ്. പക്ഷേ ഇതൊരു മാനദണ്ഡമായിട്ട് കണക്കാക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ ഞാൻ ഒരു ടെക്നിക്കൽ കോഴ്സ് പഠിച്ചിട്ട് വന്നവനല്ല. 10ാം ക്ലാസ് ഫെയിൽ. അതെ. അപ്പോൾ ടെക്നിക്കൽ സ്കില്ല് പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് ആൾക്കാർ വന്നോ? ഞാൻ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ എന്നെ ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. 100 സീറ്റാണ് ഫസ്റ്റ് ബാച്ചിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 100 സീറ്റ് പ്ലാൻ ചെയ്തിട്ട് അതിൽ 1 വർഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്ത് ഇയർ എൻഡിൽ അവർ എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്തിട്ട് അതിൽ മിടുക്കരായ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് സ്വദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് നമ്മുടെ പ്ലാന്റിൽ തന്നെ തുടരാം. വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഖത്തറിൽ തുടങ്ങാൻ വേണ്ടി പോകുന്ന പ്രൊജക്റ്റിൽ അവരെ ചുമതലപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2000-ലധികം എൻക്വയറി വന്നു. അതിലൊരു സീറ്റേ ഉള്ളൂ. അതെ. അതിലൊരു എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഡോക്ടേഴ്സ് വരെ എൻക്വയറി ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ മക്കളെ ഇത് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അത്രയും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അവരേക്കാൾ നന്നായിട്ട് മറ്റാർക്കും അറിയില്ലല്ലോ. അപ്പോൾ അവരതിനെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് ആളുകളെ ട്രെയിൻ ചെയ്യിച്ച് മോൾഡ് ചെയ്തെടുത്തുകൊണ്ട് ഖത്തറിലെ പ്രൊജക്റ്റിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ച് വിടുന്നവരാണല്ലോ. അപ്പോൾ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് പോന്നാൽ മതി. നമ്മുടെ ചോറ് സാമ്പാർ എനിക്ക് നഷ്ടപ്പെടില്ല, എനിക്ക് എൻ്റെ ഫാമിലി നഷ്ടപ്പെടില്ല. അതിന് എത്ര സമയമാണ് ചോദിച്ചിരിക്കുന്നത്? 2 വർഷ സമയമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഏതാണ്ട് ഇപ്പോൾ ഒരു 6 മാസം പിന്നിട്ടു. ഒരു 1.5 വർഷത്തിനകത്ത് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് നമുക്കിവിടെ 1 വർഷത്തിനകത്ത് പിള്ളേരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. അങ്ങനെ 2 വർഷത്തിനകത്ത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മെയ്ഡ് ഇൻ ഖത്തർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ലോകത്ത് ഇത് സെർവ് ചെയ്യാൻ പോവുകയാണ്. അതെ അതെ അതെ. ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു അവസരവും തുറന്നു കിട്ടി താങ്കൾക്ക് ഒരു ബാംഗ്ലൂർ ക്ഷണം കിട്ടി. എന്തായിരുന്നു? എന്നെ അവിടെ ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന ഒരു ഗ്ലോബൽ മീറ്റാണെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ന്യൂറോ സർജറിയിൽ വലിയൊരു മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. പുതിയൊരു ഇന്നോവേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കറിയാലോ
ഈ ന്യൂറോ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണതകളേറിയ ഒരു സർജറിയാണ്, ബ്രെയിനിലൊക്കെ സർജറി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ റോബോട്ടിക്സ് യുഗത്തിലാണല്ലോ സർജറികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോബോട്ടിക് സർജറികൾ സങ്കീർണമായിട്ടുള്ള പല സർജറികളിലും ഇടപെട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ന്യൂറോ സർജറി സമ്പൂർണ്ണമായിട്ടും റോബോട്ടിക്സിലേക്ക് പോകാൻ വേണ്ടി ഒരു വലിയൊരു റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസർച്ചിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ലോകപ്രശസ്തനായിട്ടുള്ളൊരു ന്യൂറോ സർജൻ ഡോക്ടർ ഐബ് ചെറിയാൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ന്യൂറോ സർജനാണ്. അപ്പോൾ അദ്ദേഹം ആ റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്ത ആ സംഗതി വിശദീകരിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ലോകപ്രശസ്തരായിട്ടുള്ള ഒരുപാട് ന്യൂറോ സർജൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് വലിയൊരു പരിപാടിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് കൂടുതലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്തൊക്കെ റിസർച്ചുകളൊക്കെ നടത്തുന്നുണ്ട്, ഇൻഡസ്ട്രിയിലൊക്കെ അത്യാവശ്യം പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ജർമ്മൻ കമ്പനികളുണ്ട്, അമേരിക്കൻ കമ്പനികളുണ്ട്, വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡോക്ടർ ഐബ് ചെറിയാൻ സാർ അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പം എനിക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. ഞാനെന്ന് വെച്ചാൽ എൻ്റെ ചില മാസ്റ്റർ പീസ് ഇൻസ്ട്രുമെൻസുകളൊക്കെ ഉണ്ട്, ആ സംഗതിയിലൊക്കെ ഞാൻ അവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ നമ്മുടെ മുന്നോട്ട് വന്നു. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ സായിപ്പിൻ്റെ ഭാഷയിൽ എന്തൊക്കെ എന്നോട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല, ഞാനിങ്ങനെ തപ്പിത്തടങ്ങിയാണല്ലോ, ലാംഗ്വേജ് എനിക്ക് അത്ര ഫ്ലുവൻ്റ് അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ മൈ മെയിൻ പ്രോബ്ലം ഈസ് ലാംഗ്വേജ് ബിക്കോസ് ഐ എം നോട്ട് ക്വാളിഫൈഡ്, ഐ എം ഓൺലി SSLC എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, യു ആർ ഫ്രം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം ഫ്രം കേരള. അപ്പോൾ എന്നാൽ മലയാളത്തിൽ പറയാമെന്ന് പറഞ്ഞു സാറ്. അദ്ദേഹം മലയാളിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായി, എനിക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ എനിക്ക് അദ്ദേഹത്തോട് പറ്റി. അപ്പോൾ അദ്ദേഹം ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു എൻ്റെ അടുത്ത്, ഇത് നിങ്ങൾ ഏത് മൈക്രോസ്കോപ്പ് വെച്ചാണോ ഉണ്ടാക്കുന്നത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. കാരണം ജർമ്മൻ കമ്പനികളുടെയും അമേരിക്കൻ കമ്പനികളുടെയും പ്ലാന്റിലൊക്കെ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം റിസർച്ചുകളും കാര്യങ്ങളെല്ലാം പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിത്രത്തെ വെച്ചുകൊണ്ടായിരിക്കാം ഇത് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് മൈക്രോസ്കോപ്പ് ഒന്നും വെച്ചുകൊണ്ടൊന്നുമല്ല, നമ്മൾ ഈ വാച്ചൊക്കെ നരയ്ക്കണ മറ്റേ സാധനം ഉണ്ടല്ലോ, അതുപോലുള്ള സംഗതികൾ. അതെ അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നുണയാണോ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം ചീത്ത പറഞ്ഞു എന്നെ. അപ്പം ഞാൻ പറഞ്ഞു, സത്യമായിട്ടാണ് സാറേ ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത്, സാറ് ഒന്ന് എൻ്റെ പ്ലാനിലോട്ട് വരികയാണെന്ന് വെച്ചാൽ സാർക്കത് കൃത്യമായിട്ട് സാർക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ സാർ അത് എടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അവിടെ. ഈ മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ, ഈ മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് എക്സോസ്കോപ്പ് എന്ന് പറയും. അത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ഡോക്ടർ ഐബ് ചെറിയാൻ സാറ് ഡെവലപ്പ് ചെയ്തൊരു സംഗതിയാണ് അത്. ഇന്നിപ്പോൾ ലോകത്ത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഈ ന്യൂറോ സർജറിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിലൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് അതിനടിയിൽ വെച്ചിട്ട് ഒരു 0.6 മില്ലിമീറ്ററിൻ്റെ ഒരു ബൈറ്റ് എടുത്തു അദ്ദേഹം. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, കൊള്ളാലോ എന്ന് പറഞ്ഞത്. എവിടെയാണെന്നാണ് പറഞ്ഞ കമ്പനി ചോദിച്ചു. ഒറ്റപ്പാലത്താണ് സാർ, ഇന്ന് 14-ാം തീയതി, 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ലോകപ്രശസ്തനായിട്ടുള്ള ന്യൂറോ സർജൻ എൻ്റെ നാട്ടിലോട്ട്, എൻ്റെ ഗ്രാമത്തിലോട്ട്, എൻ്റെ പ്ലാന്റിലോട്ട്, എൻ്റെ വീട്ടിലോട്ട് അദ്ദേഹം വരികയുണ്ടായി. വന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയും, സജീഷ് എനിക്ക് അറിയില്ലായിരുന്നു, സജീഷ് ഇത്രയും ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് അപ്പോൾ അവിടെ നിന്ന് തന്നെ ചീത്ത വിളിക്കേണ്ടതായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറയുകയാണ്, നിങ്ങളുടെ ഭാഗ്യമാണ് ഈ മോൻ, ഞാൻ ഇവനെ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ പറയില്ലേ, അതുപോലെ എന്നെ ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണലായി. അച്ഛനമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, അവരെ കണ്ണ് നിറഞ്ഞു പോയവർ. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു 1/4 മണിക്കൂറോളം ഒരു സീരിയസ് ഡിസ്കഷനിലായിരുന്നു അദ്ദേഹം പറഞ്ഞു, ഇനി വരാൻ വേണ്ടി പോകുന്ന കാര്യം ന്യൂറോ സർജറിയിൽ വലിയൊരു റവല്യൂഷനാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. സജീഷിനെ പല കാര്യങ്ങളും ചുമതലപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആയതുകൊണ്ട് ഒന്നും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ടാസ്ക് തരികയാണ്. 1 മാസത്തിനകം ഞാൻ പറയുന്നൊരു കാര്യം നീ ചെയ്തെനിക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തലയാട്ടി. അദ്ദേഹം എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വരച്ച് കാണിച്ചു തന്നു. നോക്കുമ്പോൾ വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി 1 മാസത്തിനകം സജീഷ് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട്
ഞാൻ എനിക്ക് മനസ്സിലായി സംഭവം കുറച്ച് മെനക്കെടാണെന്നുള്ളത്. ഞാൻ ചെയ്തെന്നറിയും, പിറ്റേ ദിവസം പോയി ശബരിമലയ്ക്ക് മാലയിട്ടു ഞാൻ. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡിസിപ്ലിൻഡ് ആവുമല്ലോ. അതെ അതെ കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. മറ്റു പല കെട്ടുപാടുകളും നമുക്കൊന്ന് മാറി നിൽക്കാൻ കുറച്ചും കൂടെ ഫോക്കസ് കിട്ടുമല്ലോ. അങ്ങനെ ഞാനതിലിരുന്നിട്ട് 22 ദിവസത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ ആ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഞാനത് അയച്ചു കൊടുത്ത് ശബരിമലയ്ക്ക് ഞാൻ പോയി വന്നപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് വന്നു. വളരെ നല്ല ഡിസൈനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളെ ഇതിലേക്ക് സെലക്ട് ചെയ്തതായിട്ട് അദ്ദേഹം അറിയിച്ചു. അപ്പോൾ ഇതിലെനിക്ക് കിട്ടിയൊരു ഒരു ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രീഷ്യസ് ആയിട്ടൊരു അവാർഡാണത്. എന്നുവെച്ചാൽ ഇനി ലോകത്ത് വരാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ എക്സ്ട്രീമാണത്. ആ എക്സ്ട്രീമിൽ ഒരു പുതിയൊരു റെവല്യൂഷൻ വരുമ്പോൾ, പുതിയൊരു ഇന്നോവേഷൻ ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എനിക്കതിൻ്റെ മുൻനിരയിൽ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലും വലുതിനി എന്താണ് ലഭിക്കാനുള്ളത്. സജീഷ്, അതുപോലെ തന്നെയാണ് താങ്കളെ കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തെ മിനിസ്റ്റേഴ്സ് വരെ, അതും നിയമസഭയിലും അല്ലാത്ത സ്പീച്ചിലും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ നമ്മുടെ ബഡ്ജറ്റിൽ കേരളത്തിലെ ഒരു മാതൃകാ സംരംഭമായിട്ട് നമ്മുടെ ബാലഗോപാൽ മിനിസ്റ്റർ, ഫിനാൻഷ്യൽ മിനിസ്റ്റർ എടുത്തു പറഞ്ഞത് നമ്മുടെ സ്ഥാപനത്തെയാണ്, KV സർജിക്കലിനെയാണ്. അത് വലിയൊരു അഭിമാനമാണ്. ഒരു മാതൃകാ സംരംഭമായിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ഭാഗ്യം വേറെ എന്താണുള്ളത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ മിനിസ്റ്റർ രാജീവും അദ്ദേഹത്തിന്റെ സ്പീച്ചുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ താങ്കളെ കുറിച്ച്? അതെ അതെ അദ്ദേഹം എല്ലാ വേദികളിലും ഒരു മാതൃകയായിട്ട് തന്നെയാണ് എന്നെക്കുറിച്ച് പറയാറുള്ളത്. കാരണം പൊതുവെ ഇവിടെ പല ആളുകളും പല തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ വ്യവസായങ്ങൾക്ക് സൗഹൃദമാണെന്നും അല്ലാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു മാതൃകയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇവിടെ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷമല്ല എങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു സജീഷ് എങ്ങനെയാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായത്? ഇവിടെ വ്യവസായങ്ങൾ സൗഹൃദ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അത് സമ്പൂർണ്ണമായിട്ടും ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നന്മ ആഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ ഏത് തടസ്സങ്ങളും മാറും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് സജീഷിന്റെ വളർച്ച വളരെ പെട്ടെന്നാണ്. ഇന്ന് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത്? എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് മോഡൽ? നമ്മൾ കേരളത്തിൽ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ആയിരുന്നു. ഓക്കെ. കേരളത്തിൽ ഞാൻ നേരിട്ടാണ് ഇടപെട്ടിരുന്നത്. അതിനുശേഷം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വന്ന സമയത്ത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ? അതെ. കേരളത്തിൽ നമ്മൾ നേരിട്ടായിരുന്നു ചെയ്തിരുന്നത്. പുറത്ത് എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ? 36ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. 36 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി. അതെ. വിദേശത്തും ഏതൊക്കെ രാജ്യങ്ങളിൽ? നമുക്ക് ഖത്തറിൽ നമുക്ക് ഉണ്ട്. കൂടുതൽ ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിലാണ് ഉള്ളത്. മൗറീഷ്യസ്, നൈജീരിയ, കെനിയ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ US ഷിക്കാഗോയിൽ നമുക്ക് ബിസിനസ്സുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 4 ഡോക്ടേഴ്സ് ചേർന്നിട്ടാണ് ഷിക്കാഗോയിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമാണ്. ഡോക്ടേഴ്സാണ് നേരിട്ട് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അതെ. എസ്പെഷ്യലി ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ ഹെൽത്ത് ഇൻഡസ്ട്രിയിലെ തലതൊട്ടപ്പന്മാരാണ് അമേരിക്കക്കാരെന്നല്ലേ നമ്മൾ പറയുക. നമ്മുടെ ഈ ഒറ്റപ്പാലത്തുനിന്ന്, അതെ, അവിടെ നിന്നുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അഭിമാനത്തോടെ നമുക്ക് പറയാം. അതെ. സജീഷ്, ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി സ്വപ്നങ്ങളെന്ന് എനിക്ക് പറയുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ പുതിയ എന്തു മാറ്റങ്ങൾ വരുമ്പോഴും ആ മാറ്റത്തിൻ്റെ മുൻനിരയിൽ ഞാൻ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇതൊരു വലിയൊരു ബിസിനസ്, ഒരു കോടികൾ മറിയുന്ന, അതെ, കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം പല ആളുകളും ഇതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇൻഡസ്ട്രി കൂടെയാണ്. പക്ഷെ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. പക്ഷെ ഇതിനകത്തോട്ട് വന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ എന്നെമാതിരി ഞാൻ വന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിലൂടെ ഒരുപാട് ബഹുഭൂരിപക്ഷം ആളുകൾ ആ വഴി കൂടെ നടന്നു വരുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ സമയത്തോളം അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, നല്ലൊരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ അവരെ കഥ കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം വെച്ചാൽ എന്ത് വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കോർപ്പറേറ്റുകളായിട്ടുള്ള ഈ ഈ കഴുത്തറപ്പൻ കാര്യങ്ങളൊക്കെ ഈ ഇൻഡസ്ട്രീനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ആളുകളെ ഞാൻ മോശം പറയുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതിന് പകരമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധാരണക്കാരന് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന തരത്തിൽ ഇതിന് ഒരു റെവല്യൂഷൻ കൊണ്ടുവരണം. അതിലൂടെ ലോകത്തെല്ലാവർക്കും നല്ല മികച്ച ആരോഗ്യമുള്ളവരായിട്ട് തുടരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം
ഇത്രയാണ് ഞാൻ അതിലൂടെ ആഗ്രഹിക്കുന്നത്. സജീഷ്, ഞാൻ എൻ്റെ ഈ ഹോട്ട് സീറ്റിലിരുന്ന് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യമുണ്ട്. ഇപ്പോൾ എന്ത് വിറ്റുവരവുണ്ടെന്ന്. അത് ഞാൻ താങ്കളോട് ചോദിക്കില്ല. കാരണം എത്ര കോടി താങ്കൾക്ക് വിറ്റുവരവുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് താങ്കൾ ചെയ്യുന്ന ഈ നന്മ. എത്രയോ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ആ ഇൻസ്ട്രുമെൻറ്റ്സ് അത് കണ്ടുപിടിച്ച് ലോകത്തിന് എത്തിക്കുക എന്ന് പറയുന്നത് അത് കോടികളിൽ ഒതുങ്ങുന്നതല്ല ആ പുണ്യം. നന്മയുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം കൈപിടിച്ചു കൊണ്ടുവന്ന താങ്കൾ, മമ്മൂക്ക ഒന്ന് തലോടിയപ്പോഴേക്കും ലോകമെമ്പാടും അറിയപ്പെട്ട താങ്കൾ വലിയൊരു പുണ്യപ്രവൃത്തി തന്നെ ചെയ്യുന്ന അതിൻ്റെ ഒരു വലിയ ഭാഗമാവാൻ ഞാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരോടൊക്കെയാണ് നന്ദി തോന്നുന്നത്? നന്ദി പറയുമ്പോൾ ഞാൻ ഒരു ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വണ്ടി കയറി വന്ന് ഈ പട്ടണത്തിൽ വന്നിറങ്ങി. ഞാൻ ഈ എറണാകുളം സിറ്റിയിൽ അന്ന് കാർ പോർച്ചിൽ വെച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ച് മുഖത്ത് തട്ടിയിട്ട് എന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്ന എൻ്റെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം സാറ് മുതൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എൻ്റെ ടീം, അതിനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറയുക, അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. കാരണം അങ്ങനെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് എൻ്റെ ടീം. അപ്പോൾ അവരോട് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അതുപോലെ തന്നെ എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികൾ, അതേപോലെ തന്നെ എൻ്റെ ഒരു ഗുരുനാഥൻ പ്രസാദ് പുളിക്കൽ, അങ്ങനെ അങ്ങ് എൻ്റെ നല്ലൊരു വഴികാട്ടിയാണ്. അങ്ങയുടെ ഈ ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണുന്ന ഒരുപാട് ആളുകളിലേക്ക്, എൻ്റെ ഇൻഡസ്ട്രിയിലെ ഒത്തിരി ആളുകളിലേക്ക് ഞാൻ എത്തിയത്. അങ്ങനെ എല്ലാവരോടും, എൻ്റെ നാട്ടുകാരോട്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമാണുള്ളത്. നിങ്ങൾ കേട്ടു സജീഷ് എന്ന ഈ യുവ സംരംഭകൻ്റെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശരിക്കും ഒരു സിനിമാ കഥ പോലെ ഒരു സ്റ്റോറിയാണ്. സജീഷിനെ ഞാൻ ആദ്യം കാണുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് സംസാരിക്കാനുള്ള ആ കോൺഫിഡൻസ് പോലും ഉണ്ടായിരുന്നില്ല. വളരെ ഭയന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്ന്, സാറേ ഞാൻ എന്താണ് പറയേണ്ടത് എന്നോട് ചോദിച്ച ചെറുപ്പക്കാരിൽ നിന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അത്തരം കോൺഫിഡൻസ് ഉള്ള ഒരു സജീഷിനെയാണ് ഞാനിന്ന് കണ്ടത്. അത് അദ്ദേഹം നേടിയെടുത്തതാണ്. 10ാം ക്ലാസ് തോറ്റ് കേവലം ചെറിയ മാർക്കോടുകൂടി ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ അവിടെ ഒരു പണി പഠിച്ചു. എന്നാൽ അതിൻ്റെ ഗുണം കിട്ടിയില്ല. അത് പിന്നീട് നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അദ്ദേഹം കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഇദ്ദേഹത്തിന് ഒന്ന് തലോടി വിട്ടത് മമ്മൂക്കയാണ്. അവിടുന്ന് വളരെ ഉയരങ്ങളിലെത്തി നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഖത്തർ പോലൊരു രാജ്യം പോലും അദ്ദേഹത്തെ ആദരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങൾ എത്രമാത്രം പുണ്യപ്രവൃത്തിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം സംരംഭങ്ങളും സംരംഭകരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവണം. പണം മാത്രമാണോ എല്ലാം? അല്ല, അതിനൊരു നന്മയും കൂടി ഉണ്ടാവണം. അദ്ദേഹം തീർച്ചയായും സാമ്പത്തികമായി അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നുമല്ല അദ്ദേഹത്തിന് ഇന്ന് ത്രില്ലടിപ്പിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്, നമ്മുടെ സ്വന്തം നാട്ടിൽ നിരവധി സംരംഭങ്ങൾ ഉണ്ടാവണം, നിരവധി സംരംഭകരുണ്ടാവണം, നിരവധി തൊഴിൽ സാധ്യതകൾ ഉണ്ടാവണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ പോലുള്ള സംരംഭകർ ഇനിയുണ്ടാവട്ടെ. സജീഷ്, വളരെ മാതൃകാപരമാണ് താങ്കളുടെ ഈ ഒരു സംരംഭവും താങ്കളുടെ ആ വിഷനും. മൂല്യങ്ങൾ ചേർന്നതുകൊണ്ട് തന്നെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞ പോലെ തന്നെ നിരവധി ജീവനുകൾ രക്ഷിക്കാനുള്ള ഈ പ്രയത്നം തുടരുക. ലോകത്തെമ്പാടും നിങ്ങളുടെ ബ്രാൻഡ് എത്തട്ടെ. നമ്മളൊക്കെ പറയും ജർമ്മൻ ക്വാളിറ്റിയാണ് ഏറ്റവും മികച്ചത്. അല്ല, നമ്മുടെ ഈ ഒറ്റപ്പാലത്തുണ്ടാക്കുന്ന ഇന്ത്യൻ പ്രോഡക്റ്റ്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന നിരവധി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സർ.